ഹലോ ഫ്രണ്ട്സ്, കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് എറർ ആണ് കണ്ടത്. ഈ ലെക്ചറിൽ നമ്മൾ സ്റ്റാറ്റിക് എറർ കോൺസ്റ്റൻ്റ് ആണ് കാണാൻ പോകുന്നത്. സ്റ്റാറ്റിക് എറർ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് നമുക്ക് മെയിൻലി 3 എണ്ണമാണ് വരുന്നത്. അതിൽ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അപ്കമിങ് ലെക്ചേഴ്സിൽ കാണും. സോ എന്താണ് സ്റ്റാറ്റിക് എറർ കോൺസ്റ്റൻ്റ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. When a control system is excited with standard input signal, the steady state error may be 0, constant or ഇൻഫിനിറ്റി. ദാറ്റ് മീൻസ് നമ്മൾ ഒരു കൺട്രോൾ സിസ്റ്റത്തിലേക്ക് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഇൻപുട്ട് സിഗ്നൽസുകൾ കൊടുക്കാമെന്ന് വിചാരിക്കുക. സോ ആ സമയത്ത് അതിൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറയുന്നത് പല രീതിയിലാണ് നമുക്ക് കിട്ടുക. സോ ഓരോന്നിൻ്റെ കേസിലും നമുക്ക് എന്തൊക്കെ എറേഴ്സ് ആണ് കിട്ടുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ദ വാല്യൂ ഓഫ് സ്റ്റഡി സ്റ്റേറ്റ് എറർ ഡിപ്പെൻഡ്സ് ഓൺ ടൈപ്പ് നമ്പർ ആൻഡ് ഇൻപുട്ട് സിഗ്നൽ. കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ടൈപ്പ് നമ്പർ എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ലെക്ചേഴ്സിൽ കണ്ടിരുന്നു. സോ ടൈപ്പ് നമ്പറും അതുപോലെ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലും നമ്മളുടെ സ്റ്റഡി സ്റ്റേറ്റ് എററിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. സോ നമുക്ക് ടൈപ്പ് 0 എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. സോ ടൈപ്പ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു. സിസ്റ്റത്തിന്റെ റെപ്രസെൻറ്റേഷനിൽ s⁻0 എന്ന് വരികയാണെങ്കിൽ നമുക്ക് ടൈപ്പ് 0 സിസ്റ്റമായിട്ട് പറയാം. ടൈപ്പ് 0യുടെ കേസിൽ വെൻ ദ ഇൻപുട്ട് സിഗ്നൽ ഈസ് എ സ്റ്റെപ്പ് സിഗ്നൽ, നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഫോർ type 1 system, when the input signal is ramp or velocity signal, ramp signal എന്താണെന്നുള്ളത് നമുക്കറിയാം ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ the steady state error will also be a constant. And for type 2 system, when the input is parabolic signal ഒക്കെ നമ്മൾ ടെസ്റ്റ് സിഗ്നൽസിൽ കണ്ടിട്ടുള്ളതാണ്. when we give this parabolic signal to a type 2 system, the steady state is a constant value. സോ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് എറർ കോൺസ്റ്റൻസുകൾ കണ്ടുപിടിക്കാം. മെയിൻലി ദർ ആർ 3 ടൈപ്സ് ഓഫ് എറർ കോൺസ്റ്റന്റ്. ഫസ്റ്റ് വൺ ഈസ് പൊസിഷണൽ എറർ കോൺസ്റ്റന്റ്. അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് KP എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആയിട്ടാണ്. ദാറ്റ് ഈസ് ലിമിറ്റ് t ടെൻസ് ടു 0. ദിസ് ഈസ് ടെൻസ് ടു 0 g of s into h of s. ദ നെക്സ്റ്റ് വൺ ഈസ് വെലോസിറ്റി എറർ കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് KV എന്ന് പറയുന്നത് ലിമിറ്റ് t ടെൻസ് ടു 0 s into g of s into h of s ആണ് വരിക. ആൻഡ് ദ തേർഡ് വൺ ഇസ് ആക്സിലറേഷൻ എറർ കോൺസ്റ്റന്റ് KA. ദാറ്റ് ഇസ് ലിമിറ്റ് t ടെൻസ് ടു 0 ഹിയർ s സ്ക്വയർ വിൽ കം, s സ്ക്വയർ g of s into h of s. ഈ 3 എറർ കോൺസ്റ്റന്റുകളും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ അപ്കമിങ് ലെക്ചേഴ്സിൽ കാണും. സോ ഈ ടേമുകളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ goodbye.